ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ഇപ്പോൾ 3ാമത്തെ നോമ്പ് കഴിഞ്ഞു, 4ാമത്തെ നോമ്പ് തുടങ്ങി. ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് കേട്ടോ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചു കേട്ടോ. അത് നമ്മുടെ ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു ബൗളിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഒരു 2 ടീസ്പൂണ് എടുത്തിട്ടുണ്ട് കസ്റ്റേർഡ് പൗഡർ. പക്ഷേ ഇതിൽ 1.5 ടീസ്പൂൺ ഇടുന്നതാണ് കാണിച്ചിട്ടുള്ളൂ. മറ്റേ 1/2 ടീസ്പൂണും കൂടെ ഇടുന്നത് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം 1.5 ടീസ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ തന്നെ അങ്ങനെ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടും കേട്ടോ. പാലിതാ ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടി അടിയിൽ ഊറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് ആ മിക്സ്. അപ്പോൾ പാലിവിടെ തിളച്ചിട്ട് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടുള്ള ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഊറുമല്ലോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ മിക്സ് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു കുറുകിയ പരുവാകുമല്ലോ, നമുക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ ഇളക്കിയിട്ട് ഒരു കുറുകിയ പരുവായിട്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നലെ ഉപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ദോശയൊന്നും ചുട്ടിട്ടില്ല കേട്ടോ. ഉമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ദോശയും ഇന്നലത്തെ മീൻകറിയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഉള്ളിയും തക്കാളിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളകായത് കാരണം കൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലോട്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ച ഫ്രൂട്ട് സാലഡിൻ്റെ ആ പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊരു വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ, ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ മാറ്റി വെക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നോമ്പിന് ഞാൻ പുഴുങ്ങി വെച്ച മുന്തിരി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഫ്രൂട്ട് സാലഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ഒരു ആപ്പിൾ, ഒരു മാങ്ങ, പിന്നെ ഒരു അനാറ്, ഒരു ചെറിയ നേന്ത്രപ്പഴം, ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അതിൽ നിന്നൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വാനിലയുടെ ഐസ്ക്രീമും കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച ഫ്രൂട്ട്സ് കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം എല്ലാതും കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. നോക്കുമ്പോൾ കൂടുതലൊന്നും ആയിട്ടില്ല കേട്ടോ, കറക്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ഫ്രൂട്ട്സ് അത് അരിഞ്ഞ് വെച്ചത് മൊത്തം അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് ആ ഐസ്ക്രീമും മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം, ഈ ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട്.
പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് മുന്തിരിയും പൈനാപ്പിളിൻ്റെ ബാലൻസും പിന്നെ ഒരു ഓറഞ്ചൊക്കെ തൊലിച്ചിട്ട് അതും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോരാണ് കേട്ടോ അത്, പാലൊഴിച്ചിട്ട്. അപ്പോൾ അതൊന്ന് സംഭാരം പോലെ അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അവിടെ മാറ്റി വെച്ചു. പിന്നെ ചമ്മന്തിക്ക് നമ്മൾ വഴറ്റി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അത് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ വയ്ക്കാനുള്ള പാല് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ 30 നോമ്പിന് ഉണ്ടാക്കുന്ന ഒരൈറ്റാണ് ഈ അവിൽ വെള്ളം. അപ്പോൾ അത് അവിലും ശർക്കരയൊക്കെ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഉണ്ടാക്കുന്നത്. ചായ റെഡിയായി. പിന്നെ അതാ ഉപ്പാക്കുള്ള നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മീനും കൂടെ പൊരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിലും വെള്ളത്തിൽ അതിലോട്ട് തേങ്ങ ചിരവിയതും പിന്നെ ഒരു ചെറുപഴമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് കുത്തി ഉടച്ചിട്ട് അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഏകദേശം ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഫ്രൂട്ട് സാലഡും കൂടെ കൊണ്ടുവന്ന് വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറക്കൽ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ദോശ എല്ലാവർക്കും ചൂടോടെ ചുട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്